ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 0488423262. ത്യാഗത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന ക്രിസ്തുമസ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ ക്രിസ്തുമസ് സന്ദേശം നൽകി. കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ അംഗങ്ങളുടെ ലഘുനാടകവും മതബോധന വിദ്യാർത്ഥികളുടെ ബോൺ നത്താലി ഡാൻസും ഉണ്ടായിരുന്നു. തുടർന്ന് കേക്ക് വിതരണവും നടന്നു. കൈക്കാരന്മാരായ MK ജോൺസൺ, TS ജെയ്സൺ, MV ഷാൻഡോ, TO ഷൈജു എന്നിവർ നേതൃത്വം നൽകി. CLC, KCYM, ആൾട്ടർ ബോയ്സ് എന്നീ സംഘടനകൾ ഒരുക്കിയ ക്രിസ്തുമസ് ദൃശ്യങ്ങൾ ആഘോഷ പരിപാടികൾ വർണ്ണാഭമാക്കി. ത്യാഗത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഡിസംബർ മഞ്ഞിന്റെ കുളിരിൽ നക്ഷത്രങ്ങളുടെ തിളക്കവുമായി തീരാത്ത വിശേഷങ്ങളുമായി മറ്റൊരു ക്രിസ്തുമസ് ദിനം കൂടി. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. കുണ്ടന്നൂർ കർമ്മലമാത ദേവാലയത്തിൽ പാതിര കുർബാന നടന്നു. പള്ളി വികാരി ഫാദർ സെബി കവലക്കാട്ട് ഉണ്ണിയേശുവിനെ പ്രാർത്ഥനാ ഗീതത്തോടെ പിറവിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുൽത്തൊട്ടിൽ കിടത്തി. തുടർന്ന് തിരുനാൾ സന്ദേശം നൽകി. ഈ ഒന്നാമത്തെ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ നഗരങ്ങളിലേക്ക് പോയി. ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ യോസേഫ് ഗലീലയിലെ നസ്രത്ത് എന്ന നഗരത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ നഗരമായ ബേത്ലഹേമിലേക്ക് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ മറിയത്തോടുകൂടെ പേരെഴുതിക്കാൻ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമായി. അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരിക്കുന്ന ഇടയന്മാരുണ്ടായിരുന്നു. ഇടവക ജനങ്ങൾക്ക് മധുരം നൽകി. വിവിധ യൂണിറ്റുകൾ ഒരുക്കിയ നക്ഷത്രങ്ങളുടെ മത്സരം നടന്നു. പുൽക്കൂട്, ക്രിസ്തുമസ് ട്രീ എന്നിവയും ഒരുക്കിയിരുന്നു. ക്രിസ്തുമസ് ഗാനങ്ങൾക്ക് ചുവടുവെച്ച് CLC അംഗങ്ങൾ. പള്ളിയങ്കണത്തിൽ 20 അടിയുടെ ക്രിസ്തുമസ് ട്രീയും ഒരുക്കിയിരുന്നു. അമ്മമാരുടെ നേതൃത്വത്തിൽ പുൽക്കൂടും 15 അടി ഉയരമുള്ള നക്ഷത്രവും ഒരുക്കി. KCYM-ഉം സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നന്മകൾ പൂക്കുന്ന നാളുകൾക്കായി നാടെങ്ങും ക്രിസ്മസിനെ വരവേറ്റു. മങ്ങാട് സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന ക്രിസ്തുമസ് തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനായി. ഡീക്കൻ ജിജോ തറയിൽ സന്ദേശം നൽകി. കരോൾ ഗാന മത്സരം നടന്നു. പുൽക്കൂടുകളും വൈദ്യുത ദീപാലങ്കാരങ്ങളും ആഘോഷം വർണ്ണാഭമാക്കി. കൈക്കാരന്മാരായ വർഗീസ് നിലങ്കാവിൽ, ജോസ് മണ്ടുമ്പാൽ, ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. കുമരനെല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ വയോധികരുടെ ക്രിസ്തുമസ് ആഘോഷം നടന്നു. പള്ളി വികാരി ഫാദർ ടോം വേലുക്കാരന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്രിസ്തുമസ് തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. പുൽക്കൂടുകളും വൈദ്യുതി അലങ്കാരങ്ങളും ആഘോഷങ്ങൾക്ക് നിറമേകി. ഇടവകയിലെ കൈക്കാരന്മാരായ സജി മുണ്ടൻചേരിയും റെജി മുണ്ടുമൂഴിക്കരയും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കഴിഞ്ഞ പുത്രനെ പ്രസവിച്ചു.